ഞാനൊരു ജനപ്രതിനിധിയായാൽ എന്ത് ചെയ്യും? എൻ്റെ വാർഡ് മെമ്പർ എങ്ങനെയുള്ളതായിരിക്കണം? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മനസ്സിലൊക്കെ വരാറില്ലേ? ആ ചോദ്യങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചാലോ? തിരുവനന്തപുരത്ത് നിന്ന് സഫ്വാൻ വി പി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. താഴെ തട്ടിലുള്ള രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധിയാകാൻ അവസരം നൽകുന്നതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യുമെന്ന് തിരുവനന്തപുരം മ്യൂസിയത്തിലെത്തിയ പ്രേക്ഷകരോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. നിങ്ങളൊരു ജനപ്രതിനിധി ആയാലും, ഒരു വാർഡ് മെമ്പർ ആയാൽ, അല്ലെങ്കിൽ മേയർ ആവാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ എന്തൊക്കെ ചെയ്യും? ഇല്ല, അങ്ങനെ താല്പര്യമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു ഇതിനോട് നിൽക്കാൻ താല്പര്യമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തോട് താല്പര്യമില്ല? ഇല്ല, എനിക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നിങ്ങളെ പഞ്ചായത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ഒത്തിരി വികസനം ചെയ്യും. അവിടെ റോഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ നന്നാക്കി കൊടുക്കും. അങ്ങനെ പലവിധ സഹായങ്ങൾ ചെയ്യും എല്ലാവർക്കും. അല്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയായിരിക്കും. കുറേ കൂടി നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനതിനെ കാണുന്നു തന്നെയാണ്. ടെക്നോളജിയൊക്കെ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം പഴയ കാലത്തെ എക്സ്പീരിയൻസ് ഇന്ന് ഒരു വാലിഡിറ്റി ഇല്ല. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇന്ന് കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ മുൻപന്തിയിലേക്ക് വന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. താഴെ തട്ടിൽ നിന്ന് തന്നെ വികസനം വരണം. കാരണം ഈവൻ റോഡ്, പുഴ, അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ പറയുന്ന പോലെ അല്ല. കാരണം ലോക്കൽ റോഡിലേക്കൊക്കെ ഇറങ്ങി ഭയങ്കര ശോകമാണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മേലോട്ട് വരണം. കാരണം താഴെ തട്ടിൽ നിന്ന് തന്നെ വികസനം വരണം. അല്ലാതെ മേളിൽ മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ റോഡുകളുടെ അവസ്ഥയാണ്. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുണ്ടും കുഴിയും അല്ലാതെ വേറൊരു വഴിയില്ല. ഏറ്റവും ആദ്യം പറയാനുള്ള ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. റോഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടാണെങ്കിലും ഇപ്പം നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിനാണെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഇപ്പം ഞാനൊക്കെ നേരിടുന്ന ഏറ്റവും മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെയാണ് റോഡിൻ്റെ ഇഷ്യൂ. എന്തുകൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല? ഈ പറയുന്ന വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ആ സമയം നമുക്ക് കുറേ കല്ലുകൾ നിരത്തിയിടുന്നു, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഞാൻ മെമ്പറായിട്ടാണെങ്കിൽ എന്നെ പാവപ്പെട്ടവരാരും വന്നാലും ഞാൻ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യും. മൊത്തത്തിലാണെങ്കിൽ എന്നെ താഴ്ന്നുള്ള ഇറങ്ങി ഞാൻ എല്ലാം ചെയ്യും. ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയമായി ചേരിതിരിയുന്ന കാലത്തപ്പുള്ളത്. എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരും ഒരേ മനസ്സോടെ നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപപ്പെടുത്തി അതുമായി മുന്നോട്ട് പോകും. നാടിൻ്റെ വികസനം ആഗ്രഹിച്ച് ഒരു പൗരബോധത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 21 വയസ്സ് മുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ മേയറാകുമ്പോൾ 21 വയസ്സേ ഉണ്ടാവുന്നുള്ളൂ. ഈ സ്ത്രീ സംവരണം നടപ്പാക്കുന്നതിന് മുന്നിൽ ഒരുപാട് സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നുണ്ട്, ജനപ്രതിനിധികളാവുന്നുണ്ട്. ഈ മാറ്റത്തൊക്കെ എങ്ങനെ കാണും? ഇനിയും കുറച്ചും കൂടെ വിമൻസ് വരണം. കുറച്ചു പേരും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇനിയും മാറ്റങ്ങളുണ്ടാകും. രണ്ടുപേരും വരണം, എന്നാൽ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. നല്ലതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടെ എങ്ങായിട്ടുള്ള ആൾക്കാരും നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ വരുവാണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് കുറച്ചുകൂടെ സോൾവ് ആക്കാനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടെ ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എങ്ങായിട്ടുള്ള ആൾക്കാർ ഇനിയും ഇതുപോലത്തെ ഫീൽഡിലോട്ടൊക്കെ വരാൻ നോക്കും. ആ ഒരു മാറ്റം പൊതുവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പോഴും കുറേ സ്ഥലത്തൊക്കെ എങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല പൊസിഷനിലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ കുറേ എങ്ങായിട്ടാണ് നല്ല കാര്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചേഞ്ച് മനസ്സിലാക്കുന്ന കുറച്ചും കൂടി എങ്ങായിട്ടുള്ളവർക്കായിരിക്കുമല്ലോ. പഴയ ആൾക്കാർക്ക് എത്രത്തോളം അറിയണം നമുക്ക് നിർബന്ധമില്ല. അപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ടാവും, കുറച്ചും കൂടെ ഈ ലോകത്തെ അറിയാം. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർമാർ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമുക്ക് മുന്നിലെത്തിയത്. അംജദ് ഷെരീഫിനും ഉണ്ണി പാലായിക്കുമൊപ്പം സഫ്വാൻ വി പി, മീഡിയ 1, തിരുവനന്തപുരം.